നമസ്കാരം. നിങ്ങൾ അടുക്കളയിൽ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യം, ഒരു ചായയുണ്ടാക്കുന്നത് അല്ലെങ്കിൽ വെറുതെ വെള്ളം തിളപ്പിക്കുന്നത്, അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉം, നമ്മൾ ചിലപ്പോൾ വെറുതെ അങ്ങ് ചെയ്യും, അല്ലേ? പക്ഷെ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ശാസ്ത്രമുണ്ട്. തീർച്ചയായും. ഇന്ന് നമ്മൾ ജോർജ് വെക്കിനസ് എഴുതിയ അടുക്കളയിലെ ഭൗതികശാസ്ത്രം എന്ന പുസ്തകത്തിലെ ചില കാര്യങ്ങൾ വെച്ച് അടുക്കളയിലെ ഈ അത്ഭുത ലോകത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. അതെ, നിങ്ങൾ ദിവസവും കാണുന്ന ഈ പാചക പരിപാടികൾക്ക് പിന്നിലെ ഭൗതികശാസ്ത്രം അതെത്ര രസകരമാണെന്ന് നോക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ശരിയാണ്. അടുക്കള എന്ന് പറയുന്നത് ഒരു ചെറിയ ലാബ് പോലെയാണല്ലേ? അതെ, ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പിന്നെ വെള്ളം, അതിന്റെ ഒരു പ്രത്യേകതകള്, നമ്മൾ ചെയ്യുന്ന ഓരോ പാചക രീതിക്ക് പിന്നിലെ ശാസ്ത്രം, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, ഇതൊക്കെ ഭൗതിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സംസാരം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ അടുക്കളയെ ഒരു പുതിയ രീതിയിൽ കാണാൻ തുടങ്ങുമെന്ന് വിചാരിക്കാം. ഒരു ചായ തിളപ്പിക്കാൻ പോലും ക്വാണ്ടം മെക്കാനിക്സ് വേണമെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. ഉണ്ട്. ശരി, അപ്പം നമുക്ക് ഈ അടുക്കള ശാസ്ത്രത്തിലേക്ക് അങ്ങ് കടക്കാം, അല്ലേ? തുടങ്ങാം. ആദ്യം ഊർജം. പാചകം ചെയ്യാൻ ഊർജം വേണം. അത് സ്റ്റൗവിൽ നിന്നോ ഓവനിൽ നിന്നോ ആടാം. പക്ഷേ ഈ ഊർജം എവിടെ നിന്നാണ് വരുന്നത്? അതെ, നമ്മള് പ്രധാനമായും അടുക്കളയിൽ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ വൈദ്യുതി അല്ലെങ്കിൽ ഗ്യാസ്. അതെ. എന്നാൽ ഇതിന്റെയൊക്കെ എന്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഊർജത്തിന്റെ പോലും അവസാനം ചെന്നു നോക്കിയാൽ ഉറവിടം സൂര്യൻ തന്നെയാണ്. ഓഹോ. ഭൂമിക്ക് ആവശ്യമുള്ളതിനേക്കാൾ എത്രയോ 10,000-കണക്കിന് ഇരട്ടി ഊർജമാണ് സൂര്യൻ ഓരോ നിമിഷവും ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അമ്പടാ. ഒരു കണക്കുണ്ട്, കേൾക്കാൻ രസാണ്. സ്വീഡൻ രാജ്യത്തിന്റെ അത്രയും വലിപ്പമുള്ളൊരു സ്ഥലത്ത് നല്ല കാര്യക്ഷമതയുള്ള സോളാർ പാനൽ വെച്ചാല് മതി ലോകത്തിന്റെ മുഴുവൻ ഊർജ്ജ ആവശ്യം നടത്താൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഈ ഊർജ്ജ പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ പറയുന്നത്? അതാണ് പ്രശ്നം. ഊർജം ധാരാളമുണ്ട്, പക്ഷെ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിലാണ് ബുദ്ധിമുട്ട്. ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും കുറച്ച് നഷ്ടപ്പെടും. പ്രധാനമായും ചൂടായിട്ടാണത് പോകുന്നത്. ശരി. ഉദാഹരണത്തിന് കറണ്ടുണ്ടാക്കുന്ന പവർ പ്ലാന്റുകളില്ലേ, അതിന്റെയൊക്കെ എഫിഷ്യൻസി, അതായത് കാര്യക്ഷമത, ഒരു 55% മാക്സിമം വരും. ആണോ? വണ്ടികളുടെ എഞ്ചിനാണെങ്കിൽ അതിലും കഷ്ടമാണ്, ഒരു 35%. ബാക്കിയുള്ള 65% ഊർജവും ചൂടായി അന്തരീക്ഷത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പകുതിയിൽ കൂടുതൽ വെറുതെ കാറ്റുകൊള്ളുകയാണോ? ചുറ്റുമുള്ള വായുവിനെ ചൂടാക്കാൻ കാശ് കൊടുക്കുന്നു. ഏതാണ്ടത്രയുള്ളൂ. ഗ്യാസ് സ്റ്റൗവിന്റെ കാര്യക്ഷമത ശരിക്കും പറഞ്ഞാൽ 40% വരൂ. അയ്യോ. അതെ, 60% ഊർജവും പാചകത്തിന് ഉപയോഗിക്കാതെ ചുറ്റുമുള്ള വായുവിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് താപഗതികം, അതായത് തെർമോഡൈനാമിക്സ്, അതിന്റെ രണ്ടാം നിയമം വരുന്നത്. സിമ്പിളായി പറഞ്ഞാല് ചൂടെപ്പോഴും ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് തനിയെ ഒഴുകൂ. സ്റ്റൗവിൽ നിന്ന് പാത്രത്തിലേക്ക്, പിന്നെ വെള്ളത്തിലേക്ക്. പക്ഷെ ആ ചൂടിന്റെ ഒരു വലിയ ഭാഗം പാത്രത്തിലെത്തുന്നില്ല, അത് വായുവിലേക്ക് പോകുന്നു. അതെ. അതുകൊണ്ട് പാത്രത്തിന്റെ ഡിസൈൻ, സ്റ്റൗവിന്റെ തരം, ഇതൊക്കെ ഈ ഊർജ്ജ നഷ്ടത്തെ സ്വാധീനിക്കും. ഊർജത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുക്കളയിലെ ഒരു പ്രധാന താരം, വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ 3/4 ഭാഗവും വെള്ളമാണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രാധാന്യം ഊഹിക്കാമല്ലോ. തീർച്ചയായും. പാചകത്തിലാണെങ്കിൽ വെള്ളമില്ലാതെ ഒന്നും നടക്കില്ല. വെള്ളം അതൊരു അത്ഭുത തന്മാത്രയാണ്, സംശയമില്ല. H2O, അതിന്റെ ഘടന നമുക്കറിയാം. പക്ഷേ ആ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഓക്സിജനുമായി ഒരു പ്രത്യേക ആംഗിളിലാണ് നിൽക്കുന്നത്, ഏകദേശം 105 ഡിഗ്രി. ഇത് കാരണം വെള്ളത്തിനൊരു പൊളാരിറ്റി, ഒരു ധ്രുവീയതയുണ്ട്. തന്മാത്രയുടെ ഒരു സൈഡിൽ ചെറിയ പോസിറ്റീവ് ചാർജ്, മറ്റേ സൈഡിൽ ചെറിയ നെഗറ്റീവ് ചാർജ്. ഇതുകൊണ്ടാണ് വെള്ളം ഒരു സൂപ്പർ സോൾവെന്റ് ആകുന്നത്, ഉപ്പിനെയും പഞ്ചസാരയെയും ഒക്കെ അലിയിക്കുന്നത്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സും വെള്ളവും തമ്മിൽ അതെങ്ങനെ വരുന്നു? അതാണ് ഏറ്റവും രസകരം. ശരിക്കും അടിസ്ഥാന ഭൗതികശാസ്ത്രം, അതായത് ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് നോക്കിയാൽ ഈ H2O തന്മാത്ര അത്ര സ്റ്റേബിൾ ആകാൻ പാടില്ലാത്തതാണ്. ഓഹോ. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആ ബോണ്ട് കുറച്ചുകൂടി വീക്ക് ആകേണ്ടതായിരുന്നു. പക്ഷേ അവിടെയാണ് ഹേസൻബർഗിന്റെ അനിശ്ചിതത്വ തത്വം വരുന്നത്. അത് കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ തത്വം കാരണം വളരെ ചെറിയ സ്കെയിലിൽ ഒരുതരം ഉറപ്പില്ലായ്മയുണ്ട്. ഈ ഉറപ്പില്ലായ്മ ജലതന്മാത്രകൾക്ക് തമ്മിൽ തമ്മിൽ ആകർഷിക്കാനും ദുർബലമായ ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാക്കാനും ഒരു പഴുതു കൊടുക്കുന്നു. അപ്പോ വെള്ളം വെള്ളമായിരിക്കുന്നത് തന്നെ
ഒരുതരം ക്വാണ്ടം ലൂപ്പ് ഹോൾ കൊണ്ടാണെന്ന് പറയാമോ? ഒരു തരത്തിലതെ. ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ എപ്പോഴും പൊട്ടുകയും പുതിയതുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഡാൻസ് പോലെ. കൊള്ളാം. ഇതാണ് വെള്ളത്തിനതിന്റെ ദ്രാവകാവസ്ഥ കൊടുക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിന് ഹീറ്റ് കപ്പാസിറ്റി, അതായത് താപം താങ്ങാനുള്ള കഴിവ് കൂടുതലുള്ളത്. ചൂടാവാൻ കുറേ എനർജി വേണം. അതുപോലെ നീരാവിയാകാനും ധാരാളം എനർജി വേണം. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയും. ഭൂമിയിലെ കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഇതിനു വലിയ പങ്കുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന ചായ ഉണ്ടാക്കുന്ന കാര്യമെടുക്കാം. ചൂടുവെള്ളം ചായപ്പൊടിയിലേക്ക് ഒഴിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ആദ്യം വെട്ടിംഗ് നടക്കും. അതായത് വെള്ളം ചായയിലയെ നനയ്ക്കും. ശരി. ഇത് ഇലയുടെ കോശങ്ങളെയൊക്കെ ഒന്ന് സോഫ്റ്റാക്കും. പിന്നെ ചൂടുള്ള വെള്ളത്തിലെ തന്മാത്രകൾക്ക് നല്ല ഊർജമുണ്ടല്ലോ. അവ ചായയിലയിലെ തന്മാത്രകളെ, ഈ കാറ്റച്ചിൻസ്, ടാനിൻസ്, കഫീൻ ഒക്കെ ഇലയിൽ നിന്ന് പുറത്തിറക്കി വെള്ളത്തിൽ കലർത്താൻ തുടങ്ങും. ഡിഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ നല്ല കടുപ്പവും രുചിയുമൊക്കെ കിട്ടാൻ നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെ വേണം അല്ലേ? അവിടെ ചെറിയൊരിതുണ്ട്. വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുമ്പോൾ ചായയിലുള്ള ചില നല്ല മണങ്ങൾ, ഫ്ലേവറുകൾ നീരാവിയോടൊപ്പം നഷ്ടപ്പെടാം. ഓഹോ. പിന്നെ ചില കയ്പുള്ള സാധനങ്ങൾ കൂടുതൽ പുറത്തുവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പലരും പറയുന്നത് ചായയ്ക്ക് ഏറ്റവും നല്ല ടെമ്പറേച്ചർ 100 അല്ല, ഒരു 90-95 ഡിഗ്രിയൊക്കെ ആണെന്നാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഒരു നിമിഷം വെച്ചിട്ട് പൊടിയിടുന്നതാവും നല്ലത്, അല്ലെങ്കിൽ ടീ ബാഗ് അധിക നേരം മുക്കി വെക്കാതിരിക്കുക. അതെ, ആ ഡിഫ്യൂഷൻ നടക്കും, എന്നാൽ ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ ആ കുമിളകൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും ഒരുപോലെയല്ലല്ലോ. പൊടിപടലങ്ങൾ, അപൂർണതകൾ, ഇവയാണ് ഈ കുമിളകൾ ഉണ്ടാകാൻ തുടങ്ങുന്ന സ്ഥലങ്ങൾ. ന്യൂക്ലിയേഷൻ സൈറ്റുകൾ എന്ന് പറയും. ന്യൂക്ലിയേഷൻ സൈറ്റ്സ്. അതെ. ഈ സ്ഥലങ്ങളിൽ വെച്ച് വെള്ളത്തിലെ തന്മാത്രകൾക്ക് വാതകമാകാൻ എളുപ്പമാണ്. ചൂട് കൂടുമ്പോൾ അവക്ക് ഊർജം കിട്ടുമല്ലോ. ഒരു തന്മാത്ര ഗ്യാസ് ആയാൽ അത് അടുത്തുള്ളതിനെയും പിടിച്ചൊരു കുമിളയായിട്ട് വരും. ആദ്യം കാണുന്ന ചെറിയ കുമിളകൾ വെള്ളത്തിൽ ലയിച്ച എയറിന്റേതാണ്. 100 ഡിഗ്രി എത്തുമ്പോഴാണ് ശരിക്കുള്ള സ്റ്റീം ബബിൾസ്, നീരാവിയുടെ കുമിളകൾ വരുന്നത്. നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പിടുമ്പോൾ പെട്ടെന്ന് അതങ്ങ് പതഞ്ഞു പൊങ്ങുമല്ലോ. ഉപ്പിട്ടാൽ ബോയിലിംഗ് പോയിന്റ് കൂടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നല്ല ചോദ്യം. ഉപ്പിട്ടാൽ ബോയിലിംഗ് പോയിന്റ് കൂടും, പക്ഷെ വളരെ കുറച്ചേ കൂടൂ. വീട്ടിലെ പാചകത്തിലൊന്നും അത് കാര്യമാക്കേണ്ടതില്ല. ഓക്കെ. പക്ഷേ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിടുമ്പോൾ സംഭവിക്കുന്നത്, ആ ഉപ്പിന്റെ ഓരോ തരിയും പുതിയ അനേകം ന്യൂക്ലിയേഷൻ സൈറ്റുകളായി പ്രവർത്തിക്കും. ആണോ? അതെ. അതോടെ പെട്ടെന്ന് ഒത്തിരി സ്റ്റീം ബബിൾസ് ഒന്നിച്ചുണ്ടാകും. അതാണ് ആ കാണുന്ന ശക്തമായ തിള. അല്ലാതെ ബോയിലിംഗ് പോയിന്റ് പെട്ടെന്ന് കുറയുന്നതല്ല. കൊള്ളാം, അത് പുതിയ അറിവാണ്. ഇനി വറക്കുന്നതിലേക്ക് വരാം. ഉരുളക്കിഴങ്ങോ കായയോ ഒക്കെ വറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം, ആ മൊരിഞ്ഞ ഒരു ഇത്, അതിന് പിന്നിലും ശാസ്ത്രമുണ്ടോ? തീർച്ചയായും. ആ നിറത്തിനും രുചിക്കുമൊക്കെ കാരണം പ്രധാനമായിട്ടും മൈലാർഡ് റിയാക്ഷൻ, പിന്നെ കാരമലൈസേഷൻ എന്നൊക്കെ പറയുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. പക്ഷെ ഉയർന്ന ചൂടില്, അതായത് ഒരു 120 ഡിഗ്രിക്ക് മുകളിലെ എണ്ണയിൽ വറുക്കുമ്പോൾ ഭക്ഷണത്തിലെ സ്റ്റാർച്ചും പ്രോട്ടീനും ഒക്കെ പ്രവർത്തിച്ച് അക്രിലമൈഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടാകാം. അക്രിലമൈഡ്. അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. അതെ. ചില പഠനങ്ങളൊക്കെ പറയുന്നത് കൂടിയ അളവിൽ ഇത് ശരീരത്തിലെത്തുന്നത് അത്ര നല്ലതല്ല എന്നാണ്. അതുകൊണ്ട് വറുക്കുമ്പോൾ ഭക്ഷണം കരിഞ്ഞു പോകാതെ ഒരു നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ കോരുന്നതാണ് നല്ലത്. ഓക്കെ. വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുമ്പോൾ എണ്ണയൊക്കെ 180-200 ഡിഗ്രി വരെ ചൂടാവും. ആ ഉയർന്ന ചൂടാണ് ഈ റിയാക്ഷനുകൾക്ക് കാരണം. ഉയർന്ന ചൂടിൽ നിന്ന് നമുക്ക് മൈക്രോവേവ് ഓവനിലേക്ക് വരാം. അത് പിന്നെ തീർത്തും വ്യത്യസ്തമാണല്ലോ. അതിന്റെ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ പലർക്കും സംശയങ്ങളുണ്ട്. മൈക്രോവേവ് ഓവന്റെ പ്രവർത്തനം ശരിക്കും രസകരമാണ്. സാധാരണ ഓവൻ പുറത്തുനിന്ന് ചൂടകത്തേക്ക് കൊടുക്കുകയാണ്. അതെ. എന്നാൽ മൈക്രോവേവ് ഓവൻ ഭക്ഷണത്തിനകത്തുള്ള ജലതന്മാത്രകളെ, വാട്ടർ മോളിക്യൂൾസിനെ ഡയറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്. ഓഹോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളത്തിന്റെ തന്മാത്ര പോളാറാണ്, അതിന് പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. മൈക്രോവേവ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഈ വേവിന്റെ ഇലക്ട്രിക് ഫീൽഡ് സെക്കൻഡിൽ കോടിക്കണക്കിന് തവണ അതിന്റെ ഡയറക്ഷൻ മാറ്റും. അപ്പൊ അതിനനുസരിച്ച് ഈ ജലതന്മാത്രകളും കിടന്ന് തിരിയാൻ തുടങ്ങും അതിവേഗത്തില്. ആണോ?
അപ്പോ ഈ തന്മാത്രകളുടെ ഭയങ്കര സ്പീഡിലുള്ള കറക്കമാണോ ചൂടുണ്ടാക്കുന്നത്? അതെ, ഈ അതിവേഗത്തിലുള്ള മൂവ്മെന്റ് ഫ്രിക്ഷൻ, ഘർഷണമുണ്ടാക്കും. ആ ഘർഷണം ചൂടായി മാറും. ഭക്ഷണത്തിലെ വെള്ളമാണ് മെയിനായി ചൂടാകുന്നത്. അതുകൊണ്ടാണ് വെള്ളം കൂടുതലുള്ള സാധനങ്ങൾ മൈക്രോവേവിൽ പെട്ടെന്ന് ചൂടാകുന്നത്. സുരക്ഷയുടെ കാര്യത്തിലോ? ഈ മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറയുന്നത് പേടിക്കേണ്ടതാണോ? അതൊരു സാധാരണ തെറ്റിദ്ധാരണയാണ്. മൈക്രോവേവ് തരംഗങ്ങൾക്ക് ഊർജം വളരെ വളരെ കുറവാണ്. നമ്മൾ കാണുന്ന ലൈറ്റിലെ ഫോട്ടോണിനേക്കാളും ഇൻഫ്രാറെഡ്, അതായത് ചൂടിന്റെ ഫോട്ടോണിനേക്കാളുമൊക്കെ എത്രയോ കുറവ്. അപ്പോ അത്ര പ്രശ്നക്കാരനല്ല. അല്ല, അതിന് ഭക്ഷണത്തിലെ തന്മാത്രകളെ പൊട്ടിക്കാനോ അയണൈസ് ചെയ്യാനോ കെമിക്കൽ മാറ്റം വരുത്താനോ ഉള്ള എനർജി ഇല്ല. അതുകൊണ്ട് മൈക്രോവേവ് ഓവനിൽ വെച്ചത് റേഡിയേഷൻ ഉണ്ടാക്കും, ഭക്ഷണം വിഷമാകും എന്നൊക്കെയുള്ള പേടിക്ക് അടിസ്ഥാനമില്ല. എന്നാൽ പിന്നെന്താ മൈക്രോവേവിൽ വെച്ച ഭക്ഷണത്തിന് പുറംഭാഗം മുരിയാത്തത്, ഒരു ബ്രൗൺ കളർ വരാത്തത്? കാരണം അത് വെള്ളത്തെയാണല്ലോ ചൂടാക്കുന്നത്. ഭക്ഷണത്തിന്റെ പുറംഭാഗത്ത് നല്ല ചൂട് കൊടുത്ത് ആ മൈലാർഡ് റിയാക്ഷൻ നടത്താൻ അതിന് പറ്റില്ല. അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ. ശരിയാണ്. പിന്നെ ലോഹപാത്രങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഷാർപ്പ് എഡ്ജ് ഒന്നുമില്ലാട്ട് സ്പൂൺ പോലെയുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഫോയിൽ പേപ്പറോ അരികുകളുള്ള പാത്രമോ വെച്ചാൽ അവിടെ മൈക്രോവേവ് എനർജി കോൺസെൻട്രേറ്റ് ചെയ്ത് തീപ്പൊരി, സ്പാർക്ക് ഉണ്ടാകും. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊള്ളാം. ആ തെറ്റിദ്ധാരണ മാറിയത് നന്നായി. ഇനി നമുക്ക് സ്റ്റൗവുകളിലേക്കും പാത്രങ്ങളിലേക്കും വരാം. ഗ്യാസ്, ഇലക്ട്രിക്, ഇൻഡക്ഷൻ, എന്താണ് വ്യത്യാസം? ഗ്യാസ് സ്റ്റൗ, അതിന്റെ ഗുണം എന്താച്ചാൽ റെസ്പോൺസ് ടൈമാണ്. തീ കൂട്ടാനും കുറയ്ക്കാനും എളുപ്പമാണ്. ഓൺ ചെയ്താൽ ഉടനെ ചൂട് കിട്ടും. അതെ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഊർജ്ജനഷ്ടം ഒരു 60% വരെ പോകും. പിന്നെ ഗ്യാസ് കത്തുമ്പോൾ കുറച്ച് കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ ഉണ്ടാകും. അത് വീടിനകത്തെ എയർ ക്വാളിറ്റിയെ ബാധിക്കാം. ഇലക്ട്രിക് സ്റ്റൗവോ? അത് കൂടുതൽ എഫിഷ്യന്റ് ആണോ? പഴയ കോയിൽ ടൈപ്പ് ഉണ്ട്, പുതിയ ഗ്ലാസ് സിറാമിക് ടോപ്പുമുണ്ട്. ഇവ ഗ്യാസിനേക്കാൾ എഫിഷ്യന്റ് ആണ്. ഒരു 70-75% ഒക്കെ വരും. ഇത് ചൂട് പാത്രത്തിലേക്ക് കൊടുക്കുന്നത് കണ്ടക്ഷൻ വഴിയാണ്. അപ്പൊ പാത്രത്തിന്റെ അടി പരന്നതായിരിക്കണം. ചൂടാകാനും തണുക്കാനും ഗ്യാസിനേക്കാൾ ഇത്തിരി സമയം കൂടുതലെടുക്കും. അപ്പോഴാണ് ഇൻഡക്ഷൻ വരുന്നത്. അത് ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് കേൾക്കുന്നു. അതെങ്ങനെയാണ്? ഇൻഡക്ഷൻ സ്റ്റൗ ശരിക്കും ഒരു സംഭവമാണ്. അത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. സ്റ്റൗവിന് താഴെയുള്ള കോയിലിലൂടെ കറന്റ് പാസ് ചെയ്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റീല്, കാസ്റ്റ് അയൺ പോലെ മാഗ്നറ്റ് പിടിക്കുന്ന പാത്രങ്ങളിലെ അതിന്റെ അടിയിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കറന്റ് ഉണ്ടാക്കും. എഡ്ഡി കറന്റ്സ് എന്ന് പറയും. പാത്രത്തിന്റെ മെറ്റലിന് സ്വാഭാവികമായി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ റെസിസ്റ്റൻസ് കാരണം ഈ കറന്റ് ചൂടായി മാറും. അതായത് സ്റ്റൗ അല്ല ചൂടാവുന്നത്, പാത്രം നേരിട്ടാണ് ചൂടാവുന്നത്. അതെ, കറക്റ്റ്. അതുകൊണ്ടാണ് ഇൻഡക്ഷൻ സ്റ്റൗവിന് ഏതാണ്ട് 90% വരെ എഫിഷ്യൻസി കിട്ടുന്നത്. എനർജി ലോസ് വളരെ കുറവ്, ഭയങ്കര ഫാസ്റ്റുമാണ്. കൊള്ളാം. പക്ഷെ ഇതിന് ആ മാഗ്നറ്റ് പിടിക്കുന്ന പാത്രങ്ങൾ തന്നെ വേണം. അലൂമിനിയം, ചെമ്പ്, ഗ്ലാസ് ഒന്നും നടക്കില്ല. പിന്നെ ചിലപ്പോൾ ചെറിയൊരു മൂളൽ കേൾക്കാം. ഇനി പാത്രങ്ങൾ, സ്റ്റീൽ, അലുമിനിയം, കാസ്റ്റ് അയൺ, നോൺ സ്റ്റിക്ക്, ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നോക്കേണ്ടത്? അതിന്റെയൊക്കെ ഗുണങ്ങൾ. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അത് നല്ല ഈട് നിൽക്കും, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, ഭക്ഷണവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് ചൂട് കടത്തിവിടാനുള്ള കഴിവ് അത്ര പോരാ. ശരിയാണ്. ചൂട് എല്ലായിടത്തും ഒരുപോലെ എത്താൻ കുറച്ച് സമയമെടുത്തും. അതുകൊണ്ടാണ് നല്ല സ്റ്റീൽ പാത്രങ്ങളുടെ അടി കട്ടിയുള്ളതോ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെയോ കോപ്പറിന്റെയോ ഒരു ലെയർ വെച്ചോ ഉണ്ടാക്കുന്നത്, ചൂട് ഈവനായിട്ട് കിട്ടാൻ. അലൂമിനിയം പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവുമല്ലോ. അതെ, കാരണം അലൂമിനിയത്തിന് നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഭാരം കുറവുമാണ്. പക്ഷെ അത് കുറച്ച് സോഫ്റ്റ് ആണ്. എളുപ്പം വളയാനും പോറൽ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. പുളിയുള്ള ഭക്ഷണവുമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ആനോഡൈസ്ഡ് അലൂമിനിയം നല്ലതാണ്. കാസ്റ്റ് അയൺ, അതിന് പ്രത്യേക ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. കാസ്റ്റ് അയൺ ചൂട് നന്നായി പിടിച്ചു നിർത്തും. അപ്പം നല്ലപോലെ സിയർ ചെയ്യാനൊക്കെ ബെസ്റ്റാണ്. പക്ഷേ നല്ല ഭാരമുണ്ട്, വീണാൽ പൊട്ടാം. പിന്നെ തുരുമ്പെടുക്കാതിരിക്കാൻ സീസൺ ചെയ്തു വെക്കണം. സെറാമിക്, ഗ്ലാസ് പാത്രങ്ങള് കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ ചൂട് അത്ര നന്നായി കടത്തിവിടില്ല, പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. നോൺ സ്റ്റിക് പാത്രങ്ങളോ? ടെഫ്ലോൺ പ്രശ്നക്കാരനാണോ? നോൺ സ്റ്റിക്കിലെ ആ PTFE, അതായത് ടെഫ്ലോൺ കോട്ടിംഗ്, സാധാരണ പാചകത്തിന്റെ ചൂടില് ഒരു 260-280 ഡിഗ്രി വരെയൊക്കെ സേഫാണ്. ഒട്ടിപ്പിടിക്കില്ല എന്നതാണ് അതിന്റെ മെയിൻ ഗുണം. പക്ഷേ
പാത്രം കാലിയായിട്ട് വെച്ച് ഓവർഹീറ്റ് ചെയ്യരുത്. ഒരു 300 ഡിഗ്രിക്ക് മുകളിലൊക്കെ പോയാൽ ആ കോട്ടിംഗ് വിഘടിച്ച് ചിലപ്പോൾ പുക വരാം. അത് നല്ലതല്ല. ഓ ഓക്കെ. പിന്നെ കോട്ടിങ്ങിൽ പോറൽ വീണാൽ അതിന്റെ നോൺ സ്റ്റിക്ക് കഴിവ് കുറയും. പക്ഷെ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും വല്ലാതെ പോറിയതോ ഇളകിയതോ ആയ പാൻ മാറ്റുന്നതാണ് നല്ലത്. കൊള്ളാം. അപ്പോൾ അടുക്കള എന്ന് പറയുന്നത് വെറും പാചകം ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, വെള്ളം തിളയ്ക്കുന്നതിൽ തൊട്ട് പാത്രത്തിന്റെ മെറ്റീരിയലിൽ വരെ ഭൗതികശാസ്ത്രം ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ? തീർച്ചയായും. ഈ അടുത്ത തവണ അടുക്കളയിൽ കയറുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചുമ്മാ ഒരു കൗതുകത്തിന്. വെള്ളം തിളയ്ക്കുമ്പോ കുമിള എവിടുന്നാ വരുന്നത്? എണ്ണയിലേക്ക് കടുകിടുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ച പാത്രം എത്ര പെട്ടെന്നാ ചൂടാവുന്നത്? ഗ്യാസുമായിട്ട് വ്യത്യാസമുണ്ടോ? അതെ അതെ. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ദിവസവും ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്ക് പിന്നിലെ ശാസ്ത്രം കുറച്ചുകൂടി വ്യക്തമാകും. ശരിയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിന്ത വന്നു. നമ്മൾ ഈ പാചകത്തെ വെറും ഫുഡ് പ്രിപ്പറേഷനായിട്ട് മാത്രം കാണാതെ ഒരുതരം പ്രാക്ടിക്കൽ കെമിസ്ട്രിയും ഫിസിക്സുമായി കണ്ടൂടെ? നല്ല പോയിന്റാണ്. ഭക്ഷണത്തിലെ തന്മാത്രകളെ മാറ്റം വരുത്തുന്ന ഒരു മെറ്റീരിയൽ സയൻസ് ലാബ് പോലെ. ഒരുപക്ഷേ ഭാവിയിലെ അടുക്കളകൾ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ ഇന്നത്തെക്കാൾ എത്രയോ നന്നായി ഉപയോഗിക്കുമായിരിക്കും. സാധ്യതയുണ്ട്. എന്തായാലും ചിന്തിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ജോർജ് വെക്കിനസിന്റെ പുസ്തകം വായിച്ചാൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. തീർച്ചയായും. അപ്പോ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.